Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് ഇന്ത്യയുടെ ആ ഒരു ഇവോൾവിംഗ് ഫോറിൻ പോളിസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഓക്കെ, ഇൻ റെസ്പോൺസ് ടു ദി വെസ്റ്റേൺ ഡബിൾ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റും പിന്നെ ഒരുപാട് ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. സോ IR GS പേപ്പർ 2 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും നമ്മുടെ ആ ഒരു നൈബർഹുഡ് റിലേഷൻസും ബയലാട്രൽ റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ഇൻവോൾവിങ് ഇന്ത്യ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അവരുടെ ആ ഒരു പൊളിറ്റിക്സും പോളിസീസും എങ്ങനെയാണ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണ്. ഓക്കെ, സ്ട്രാറ്റജിക് ഓട്ടോണമി, ഇവിടെ കുറച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്, കുറച്ച് ഏജൻസീസും ഫോറംസും എല്ലാം കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ന്യൂസ് ഇതിൽ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിൽ ലുക്ക് ഓൺ ടു ദി ചേഞ്ചിങ് നേച്ചർ ഓഫ് ഇന്ത്യ-US റിലേഷൻസ്. അതേപോലെ ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ പോളിസിയിലുള്ള ഒരു മൾട്ടി അലൈൻമെന്റിന്റെ റോൾ എന്താണ് ഇപ്പോൾ അതായത് ഇപ്പോൾ ഗ്ലോബൽ പവർ ഷിഫ്റ്റ് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ US ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, എന്നാലും പ്രശ്നത്തിലാണല്ലോ. ഓക്കെ, ആ ഒരു ടാരിഫ് വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഓക്കെ, സോ വിൽ ഗോൺ ടു ദി US-China റീസെറ്റ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രൊട്ടക്ഷനിസം പോലെയുള്ള പരിപാടികൾ, അതുമായിട്ട് ഇന്ത്യയുടെ റെസ്പോൺസ് എന്താണ്. ഓക്കെ, പിന്നെ ഈ ഗ്ലോബൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഇപ്പോൾ റഷ്യ-യുക്രൈൻ വാർ ആണെന്നുണ്ടെങ്കിലും ഗാസയിലുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിലും, സോ ഇതെല്ലാം ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിയെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു സൈലന്റ് ഗ്രോത്ത് മോഡലിൽ നിന്നും ഇപ്പോൾ ഒരു ആക്റ്റീവ് സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ന്യൂസ്. സോ നമ്മുടെ April 22 ഉണ്ടായ ഈ ഒരു പെഹൽഗാമിലുണ്ടായ ആ ഒരു തീവ്രവാദി ആക്രമണത്തിൽ നമുക്കറിയാം ഏകദേശം 3ഓളം ടെററിസ്റ്റുകളാണ് മെയിനായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. 3 പേരും പാകിസ്ഥാനി നാഷണൽസ് ആണ്, നമ്മുടെ ഈ ലഷ്കർ-ഇ-തൈബ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. സോ നമ്മുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. വി റിറ്റീലിയേറ്റഡ് സ്ട്രോങ്ലി ബൈ ടാർഗറ്റിംഗ് ടെറർ ക്യാമ്പ്സ് ഇൻ പാകിസ്ഥാൻ. ഒരുപാട് ഫോറിൻ കൺട്രീസ് ഓപ്പൺ ആയിട്ട് നമ്മളന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ അവർ പാകിസ്ഥാനെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈവൻ ദോ ദി ടെററിസ്റ്റ് കെയിം ഫ്രം ദെയർ. ഇപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പുള്ളി ഇതിനിടയിൽ കയറിയിട്ട് ആ ഒരു ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് പുള്ളി അതായത് ഒരു ട്രേഡ് പ്രഷർ നമ്മുടെ മേലെ വെച്ചത് കൊണ്ടാണ് ഇതൊരു വേറൊരു രീതിയിലോട്ട് ഇത് പോവാതിരുന്നത് എന്നൊക്കെ ട്രംപ് ഇതിന്റെ ഇടയിൽ വന്ന് പറഞ്ഞിരുന്നു. ഈ റോങ്ലി ക്ലെയിംഡ് ക്രെഡിറ്റ് ഫോർ സ്റ്റോപ്പിംഗ് ദിസ് വയലൻസ്. ഓക്കെ, ബൈ യൂസിങ് ട്രേഡ് പ്രഷർ. നമ്മളത് നല്ല പരസ്യമായിട്ട് തന്നെ നമ്മളത് റിജക്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മളായിട്ട് തന്നെ തുടങ്ങിയതാണെന്നും നമ്മളായിട്ട് തന്നെ ഇത് നിർത്തും. ഓക്കെ, നോട്ട് ഡ്യൂ ടു US പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ US പാകിസ്ഥാന്റെ ആർമി ചീഫ് ആയിട്ടുള്ള അസീം മുനീറിനെ വൈറ്റ് ഹൗസിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിരുന്നിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സൂൺ ആഫ്റ്റർ ദി അറ്റാക്ക്. ഓക്കെ, വിച്ച് മെനി ഇൻ ഇന്ത്യ ഫൗണ്ട് വെരി കോൺട്രവേഴ്ഷ്യൽ. പിന്നീട് ഇപ്പോൾ ലേറ്റർ ഡെവലപ്മെന്റ്സ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ TRF എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഉണ്ടല്ലോ, ഈ ഒരു അറ്റാക്കിൽ മെയിനായിട്ട് നിൽക്കുന്ന അവരാണല്ലോ അതിൻ്റെ ഒരു ഇത് ഏറ്റെടുത്തത്. ഓക്കെ, US ഈ TRF ഗ്രൂപ്പിനെ US ഡിക്ലെയർഡ് ദി TRF ഗ്രൂപ്പ് ആസ് എ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. UN ഈ ഒരു റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൂവിങ് ദി ഗ്രൂപ്പ്സ് ടെറർ ലിങ്ക്. സോ ഈ ഒരു പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ ഒരു തീവ്രവാദികൾ, സോ ഇന്ത്യ ആക്ടഡ് അഗെയിൻസ്റ്റ് ടെററിസം ഫ്രം പാകിസ്ഥാൻ ആഫ്റ്റർ ദി പെഹൽഗാം അറ്റാക്ക്. ഓക്കെ, പക്ഷെ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക് സപ്പോർട്ട് നമ്മുടെ അലയൻസിൽ നിന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വേണം നമ്മൾ പറയാൻ. ഇതിനിടയിൽ നമ്മുടെ ട്രംപ് വന്നിട്ട് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. ഒരു മിക്സ്ഡ് സിഗ്നൽസ് ആയിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ബട്ട് ലേറ്റർ helped by officially calling the group behind the attack a terrorist group. ഇനി നമുക്ക് US-ന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം ഒന്ന് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി പാത്ത് വിത്ത് ട്രംപ് ക്രിയേറ്റഡ് ഹഡിൽസ്. ഓക്കെ, ഇപ്പോൾ ടാരിഫും പിന്നെ ഇന്ത്യയുടെ മേലെയുള്ള ഒരു പ്രഷറും അതിനെ പറ്റിയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയും US-ഉം കൂടി ചേർന്നിട്ട് ഇപ്പോൾ നമ്മൾ നിസാർ സാറ്റലൈറ്റ് നമ്മൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തൊട്ടടുത്ത ദിവസം ട്രംപ് വന്നിട്ട് 25% ടാരിഫ് ഇന്ത്യൻ പ്രൊഡക്ട്സിന് മേലെ വെച്ചു. അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്.
സോ അതൊക്കെയാണ് പുള്ളി മെയിനായിട്ട് എടുത്തു പറഞ്ഞത്. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ മേലെ ഈ ഒരു ടാരിഫ് വെക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു ട്രേഡ് ഇഷ്യൂവിനെ ട്രംപ് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, യു എസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഇപ്പോൾ ട്രംപ് നമ്മുടെ അതായത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് റഷ്യയുടെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിൽ. പക്ഷേ ബട്ട് ഹി ഹിംസെൽഫ് സപ്പോർട്ട് ബെറ്റർ ടൈസ് വിത്ത് റഷ്യ. ഓക്കെ, ഒരേ സമയത്ത് തന്നെ ട്രംപ് അറ്റ് ദ സെയിം ടൈം, ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ട്രംപ് ഈ യു എസ് കമ്പനീസിനെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ ആയിട്ട് ബിസിനസ് ചെയ്യരുത് എന്നൊക്കെയാണ് ട്രംപ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡും സെക്യൂരിറ്റി ഡീൽസും, അൺഫെയർ ട്രേഡും സെക്യൂരിറ്റി ഡീൽസും യു എസ് ഇപ്പോൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഇൻഡോ പസഫിക്കിലുള്ള കൺട്രീസുമായിട്ടും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ടാണെന്നുണ്ടെങ്കിലും പുള്ളി ഇങ്ങനെ ഒരു ട്രേഡിലോട്ടാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ മേലെ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടെക്നോളജിക്കൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് ഈ AI ചിപ്പുകൾ അവിടെ ഉണ്ടാക്കുന്ന, അതായത് ഭയങ്കര വലിയ ടെക്നോളജി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊന്നും ചൈനയിലേക്ക് എത്തരുത്, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ ഇത് കിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചൈനയായിട്ടുള്ളത് ഇപ്പോൾ നൈസായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് മേ ഹേർട്ട് ഇന്ത്യസ് പൊസിഷൻ. അപ്പോൾ ഇപ്പോൾ ഒരു ഭാവിയിൽ യു എസും ചൈനയും തമ്മിലുള്ള ഒരു ഡീൽ ഈസ്റ്റ് ഏഷ്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് റെഡ്യൂസ് ഇന്ത്യസ് ഇൻഫ്ലുവൻസ് ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ യു എസും പാകിസ്ഥാനും യു എസും ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാൻ ഒരുപാട് പ്രൈസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ തീവ്രവാദത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് പാകിസ്ഥാൻ എന്നാണ് അവർ പറയുന്നത്, വിച്ച് ഇന്ത്യ ഡിസഗ്രീസ് വിത്ത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാര്യം എടുക്കുമ്പോൾ ബംഗ്ലാദേശിൽ നമുക്ക്, അതായത് നമ്മുടെ ഒരു അലയ ആയിരുന്നല്ലോ ഷെയ്ഖ് ഹസീന. സോ ദ യു എസ് ഓൾസോ സപ്പോർട്ടഡ് റിമൂവിങ് ഷെയ്ഖ് ഹസീന ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള ഇന്ത്യയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെയും സ്റ്റെബിലിറ്റിയെയും വളരെയധികം ഹാം ചെയ്യും. ഇന്ത്യയും ചൈനയും കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു ക്ലാഷ്, അതായത് ഗൽവാനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്ലാഷ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ടെറർ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ യു എസിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചത് വി എക്സ്പെക്ടഡ് എ സ്ട്രോങ്ങർ സെക്യൂരിറ്റി കോപ്പറേഷൻ ഫ്രം ദി യു എസ് അല്ലെ. പക്ഷേ നമ്മുടെ ഒരുപാട് കൺസേൺസിനെ യു എസ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദേ ഹാവ് ക്രിയേറ്റഡ് ദി ഡിസ്ട്രസ്റ്റ്. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒട്ടും വിട്ട ആൾക്കാരല്ല. ഓക്കെ, ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഈ വാഡ്നാർ റിഫൈനറി, ഇതുള്ളത് ഇറ്റ് ഈസ് എ ലാർജ് ഓയിൽ റിഫൈനറി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വാഡ്നാർ, ഗുജറാത്ത്. ഓക്കെ, ഇത് ഓൺ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നയറ എനർജി ലിമിറ്റഡ്. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്നത് റോസ്നെറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്ക അല്ല, ഒരു റഷ്യൻ ഓയിൽ കമ്പനിക്ക് ഇവിടെ മേജർ ഷെയർ ഉണ്ട്. ഓക്കെ, ഈ ഒരു വാഡിന റിഫൈനറിയിൽ. ഓക്കെ, സോ ആ ഒരു റഷ്യൻ ലിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ അതും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് യൂറോപ്പിന് റഷ്യയുടെ അടുത്തുനിന്ന് ഓയിൽ വാങ്ങാം. ഓക്കെ, ഈവൻ ദോ യൂറോപ്യൻ കൺട്രീസ് ദംസെൽഫ് ബൈ റഷ്യൻ ഓയിൽ, എന്നിട്ട് ഇവരാണ് പറയുന്നത് ഇങ്ങനത്തെ ഇന്ത്യയിലുള്ള ഈ ഒരു വാഡിന റിഫൈനറിയിലുള്ള റഷ്യൻ ലിങ്ക്. ഓക്കെ, സോ ദി യൂറോപ്യൻ യൂണിയൻ പണിഷ്ഡ് ഇന്ത്യസ് വാഡിന റിഫൈനറി ഫോർ ഹാവിങ് റഷ്യൻ ലിങ്ക്സ്. അതേപോലെ ഈ ഒരു ട്രേഡ് ബാരിയേഴ്സ്, ഇപ്പോൾ ഈ കാർബൺ ബോർഡർ ടാക്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയുടെ മേലെ വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാർബൺ എമിഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു ആ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ മേലെ വയ്ക്കുന്ന ടാക്സ് ആണ് ഈ ഒരു കാർബൺ ബോർഡർ ടാക്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ട് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് കാർബൺ എമിഷൻ റിസൾട്ടിങ് ഫ്രം ദി ഗുഡ്സ് പ്രൊഡക്ഷൻ. സോ ഇന്ത്യ ഇപ്പോൾ നമ്മൾ, അതായത് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ UK ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ട്രേഡ് ഡീൽ ഇപ്പോൾ ഈ അടുത്ത് നടന്നല്ലോ, അത് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് മൾട്ടിപ്പിൾ ചാലഞ്ചസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, ഇൻ ഇറ്റ്സ് റിലേഷൻ വിത്ത് US ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ടാരിഫ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം ആണെന്നുണ്ടെങ്കിലും, ആ ഒരു ഷിഫ്റ്റിംഗ് അലയൻസും, ഇതെല്ലാം ഇന്ത്യയുടെ കോർ കൺസേൺസ് ആണ്. ഓക്കെ, നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിക് ട്രസ്റ്റിനെ വളരെയധികം വീക്ക് ആക്കുകയാണ്, എസ്പെഷ്യലി ഇൻ എ ടൈം വെൻ ഇന്ത്യ നീഡ്സ് സ്ട്രോങ് ഗ്ലോബൽ സപ്പോർട്ട്. ഇപ്പം നമ്മൾ US പറ്റിയിട്ടും US-ൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. മെയിനായിട്ടും വേറൊരാൾ നമ്മുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്, ചൈനയുടെ കുറച്ച് നീക്കങ്ങളെ പറ്റിയിട്ട് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ചൈന ദേ ആർ ട്രൈങ് ടു ഐസൊലേറ്റ് ഇന്ത്യ. ഇപ്പോൾ പുതിയ ഒരു റീജിയണൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ അവിടെ ഫോം ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ചൈന ഈസ് ഫോമിങ് ന്യൂ റീജിയണൽ ഗ്രൂപ്പ്സ് ടു കട്ട് ഇന്ത്യ ഔട്ട്. ഇപ്പോൾ ഈ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ട്രൈലാറ്ററൽ മീറ്റിംഗ് നടന്നിരുന്നു അല്ലെ, കുൻമിങ് ചൈനയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് വളരെ വലിയൊരു കൺസേൺ ആണ്. ഓക്കെ,
അതേപോലെ ഈ സിലിഗുരി കോറിഡോർ ഉണ്ടല്ലോ, നമുക്കറിയാം ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്ത്യ ആ ഒരു നോർത്ത് ഈസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു നാരോ സ്ട്രെച്ച്. ഓക്കെ, ദാറ്റ്സ് ദി സിലിഗുരി കോറിഡോർ. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ പാകിസ്ഥാനെ ഇപ്പൊ ചൈന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ നിയർ ദി സെൻസിറ്റീവ് സിലിഗുരി കോറിഡോർ. അതേപോലെ നമ്മുടെ ഈ അരുണാചൽ പ്രദേശിലുള്ള ചില സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഇപ്പൊ അവർ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ചൈന. ഓക്കെ, ആൻഡ് ദേ ആർ ഷോയിങ് ഫോൾസ് ടെറിട്ടോറിയൽ ക്ലെയിംസ്. ഇപ്പോൾ എന്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ചൈനയാണ്. ഓക്കെ, ഇറ്റ് സപ്പോർട്ടഡ് പാകിസ്ഥാൻ ഡ്യൂറിങ് ഇന്ത്യൻ മിലിറ്ററി ആക്ഷൻ ഇൻ ഓപ്പറേഷൻ സിന്ദൂർ. അതേപോലെ ഈ ഡാലൈലാമയുടെ ആ ഒരു സക്സഷൻ ഇഷ്യൂല് ദേ ആർ ട്രൈങ് ടു ടേക്ക് ദി കൺട്രോൾ അല്ലേ. അത് ഇന്ത്യയുടെ ടിബറ്റൻ പോളിസിയെ വളരെയധികം ബാധിക്കും. അതേപോലെ ഈ ചൈനയ്ക്ക് ഇന്ത്യ ആയിട്ടുള്ളത് ദേ ഹാവ് എ ഹ്യൂജ് ട്രേഡ് സർപ്ലസ് വിത്ത് ഇന്ത്യ. ട്രേഡ് സർപ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവിടുന്ന് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മച്ച് മോർ ദാൻ അവർ എക്സ്പോർട്ട്. സോ ഇന്ത്യയുടെ ഒരു സപ്ലൈ ചെയിൻസിന് അതിൽ പ്രഷറൈസ് ചെയ്യുകയാണ് ചൈന, എസ്പെഷ്യലി ഇൻ കീ ഏരിയാസ് ലൈക്ക് ഈ റയർ എർത്ത് മെറ്റൽസ്, റയർ എർത്ത് ലൈക്ക് ഇൻ നമ്മൾ മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോണിക്സിലും ഓക്കെ നമ്മുടെ കുറച്ച് ഡിഫൻസ് എക്യുപ്മെന്റ്സിലൊക്കെ ഈ സാധനങ്ങൾ ആവശ്യമുണ്ട്. ഫെർട്ടിലൈസേഴ്സ് ആണെന്നുണ്ടെങ്കിലും മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിലും. സോ ആ ഒരു ഇന്ത്യയുടെ സപ്ലൈ ചെയിനിനെ തന്നെ ഇപ്പൊ അവർ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഒരു ഡാം കെട്ടുന്നുണ്ടല്ലേ നമ്മുടെ ബ്രഹ്മപുത്ര റിവറിൽ. അവരതിനെ പറയുന്നത് യാർലുങ് സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര റിവറിനെ അവർ വിളിക്കുന്നത്. സോ ചൈന പ്ലാൻസ് ടു ബിൽഡ് ഇറ്റ്സ് ബിഗസ്റ്റ് ഡാം ഓൺ ബ്രഹ്മപുത്ര റിവർ. ഓക്കെ, ഇന്ത്യയുടെ ബോർഡറിനടുത്താണ് ഈ സാധനം കെട്ടുന്നത്. ഇന്ത്യയുടെ വാട്ടർ സപ്ലൈനെ അത് ബാധിക്കും. അത് ചിലപ്പോൾ പ്രളയം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാക്കാം. ഓക്കെ, ചൈനയ്ക്ക് ഒരു വലിയൊരു വാട്ടർ ബേസ്ഡ് സ്ട്രാറ്റജിക് കൺട്രോളാണ് കിട്ടാൻ പോകുന്നത്. സോ നമ്മളിവിടെ മെയിൻ ആയിട്ട് മൂന്ന് മേജർ പവേഴ്സിനെ നമുക്കിവിടെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനയും. ഓക്കെ, ഇന്ത്യ ഈസ് ട്രൈങ് ടു മാനേജ് 3 മേജർ പവേഴ്സ് അറ്റ് വൺസ്. അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. ഇന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് മാറ്റി പറയും, മറ്റന്നാ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ട്രംപ് പറയാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കും. ഓക്കെ, ഒരു റെസ്പോൺസും ഇല്ലാത്ത ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ. ചൈനയാണെന്നുണ്ടെങ്കിൽ വളരെ അഗ്രസീവ് ആണ്. ഓക്കെ, സോ ഇന്ത്യ ഈസ് ട്രൈങ് ടു ഇംപ്രൂവ് ടൈസ് വിത്ത് ചൈന. പക്ഷെ ഒരു ഗൽവാൻ ഇഷ്യൂവിന് ശേഷവും ഒരു ബോർഡർ ടെൻഷൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ കോൺഫ്ലിക്റ്റുകളിലുള്ള ഇന്ത്യയുടെ ഒരു ലിമിറ്റഡ് റോള് അത് വളരെ കൺസേണിങ് ആണ്. ഒന്നെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല ഓൺ ബിഗ് ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് ലൈക്ക് ഇൻ ഗാസ, ഇറാൻ, ഉക്രൈൻ. ഓക്കെ, ഇത് ഇന്ത്യയുടെ ഇമേജിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇറ്റ് ലുക്സ് ഡിസ്എൻഗേജ്ഡ് ഓർ ഇറ്റ് ലുക്സ് മെയിൻലി ഡിസ്എൻഗേജ്ഡ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ ഇന്ത്യ റെസ്പോണ്ടഡ് ടു എ പാകിസ്ഥാൻ ബേസ്ഡ് ടെറർ അറ്റാക്ക് ഇൻ പെഹൽഗാം ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ദൂർ, മോസ്റ്റ് കൺട്രീസ് ഡിഡിന്റ് സപ്പോർട്ട് ഇന്ത്യ ക്ലിയർലി. ഓക്കെ, സോ ഇന്ത്യ ഈ ഒരു ഗ്ലോബൽ ഇഷ്യൂസിനെ എൻഗേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേഴ്സ് മെ നോട്ട് ബാക്ക് ഇന്ത്യസ് പ്രോബ്ലംസ്. സോ ഈ ലോകത്ത് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിലൊന്നും നമ്മൾ ഈ അതായത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമേജിനെ വളരെയധികം ബാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ശരിക്കും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം ഈ ഒരു അറ്റാക്ക് വന്നത്, അതായത് നടത്തിയത് പാകിസ്ഥാന്റെ TRF എന്ന് പറയുന്ന ഈ ഒരു സംഘടനയാണ്, ലഷ്കർ ഇ തായിബ് നിന്നുള്ള ആൾക്കാരാണ് എന്നെല്ലാം നമുക്കറിയാം. ഓക്കെ, ഇത് ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാം. ഓക്കെ, ഓവറോൾ ദ വേൾഡ് ദേ നോ ദാറ്റ്. സോ നമ്മൾ ഈ ഒരു ഗ്ലോബൽ ഇഷ്യൂസിലൊന്നും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് നമ്മൾ വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ട് അഭിപ്രായം പറയില്ല. ഓക്കെ, സോ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. മോസ്റ്റ് കൺട്രീസ് ഡിഡിൻ സപ്പോർട്ട് ഇന്ത്യ ക്ലിയർലി. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലിങ്കായി കിടക്കുന്നത് ഇക്കണോമിക് ഗ്രോത്തുമായിട്ടാണ്. ചില ആൾക്കാർ പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്സ് അതൊരു എക്കണോമിക് ഗോൾസിനെ ഡിസ്ട്രാക്ട് ചെയ്യുമെന്നാണ്. പക്ഷെ ഇന്നത്തെ ലോകം വളരെ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, പ്രൊട്ടക്ഷനിസ്റ്റ് ആണ്, അത് ഡിവൈഡഡ് ആണ്. നമുക്ക് എക്കോണമിക്കലി നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ മസ്റ്റ് പ്ലേ ആൻ ആക്റ്റീവ് ഗ്ലോബൽ റോൾ ആൻഡ് വി മസ്റ്റ് ഫോം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ചൈന അവരുടെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയെ ചാലഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യ മസ്റ്റ് റെസ്പോണ്ട് ബൈ ബീങ് മോർ ഗ്ലോബലി ആക്റ്റീവ്. ഓക്കെ, ന്യൂട്രൽ എന്നുള്ള പരിപാടി ഒന്നും ഇനി എടുക്കരുത്.
Okay, so we must not just stay neutral. We must protect our strategic interest and economic future. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നമ്മുടെ മുന്നിലുള്ള ആ ഒരു വഴി ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. വിൽ ലുക്ക് ഓൺ ടു ദി റോഡ് അഹെഡ്. നമ്മളിപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഡബിൾ സ്റ്റാൻഡേർഡിനെ അതിന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് പോയിന്റഡ് ഔട്ട് ഹിപ്പോക്രസി. ഓക്കെ, യു എസും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ റഷ്യയായിട്ടുള്ള ഡീലുകളെല്ലാം കട്ട് ചെയ്യണമെന്നാണ്. എന്നിട്ട് ബട്ട് ദേ ആർ ദംസെൽഫ് കണ്ടിന്യൂയിങ് ട്രേഡ് വിത്ത് റഷ്യ. അമേരിക്കയുടെ കാര്യം എടുക്കുമ്പോൾ റഷ്യയുടെ അടുത്ത് നിന്ന് യുറേനിയം ഇവർക്ക് വാങ്ങാം. ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. റഷ്യയുടെ അടുത്ത് നിന്ന് ഇവർക്ക് യുറേനിയം വാങ്ങാം. ഇപ്പോൾ ഏറ്റവും ഏറ്റവും ഇത് പറഞ്ഞുതരാൻ പറ്റിയ ഏറ്റവും നല്ല കണക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ 2024 ഇന്ത്യ റഷ്യയുമായിട്ട് നടത്തിയ ട്രേഡ് ഡീൽസിനേക്കാളും കൂടുതൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ റഷ്യയായിട്ട് നടത്തിയിട്ടുണ്ട്, ഈ ഒരു റഷ്യ യുക്രൈൻ വാർ ഉണ്ടെങ്കിൽ കൂടി. ഓക്കെ, നൈസായിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഇപ്പൊ നമ്മൾ നൈസായിട്ടൊക്കെ ഒന്ന് മാറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ ഈസ് ബിക്കമിങ് മോർ അസർട്ടീവ്. ഓക്കെ, മുമ്പ് നമ്മൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഗ്ലോബൽ ഇഷ്യൂസിൽ എടുത്തിരുന്നത്. ഇപ്പോ ഈ ഗാസയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂല് നമ്മൾ UN വോട്ടിംഗിൽ നിന്നൊക്കെ മാറി നിന്നല്ലോ. പക്ഷെ ഇന്ത്യ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗാസയിലോട്ട് സീസ് ഫയർ വേണമെന്നൊക്കെ നമ്മളൊന്ന് ഒരു ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഷോയിങ് എ മോർ ആക്റ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് ഗ്ലോബൽ റോൾ. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ചൈനയായിട്ടുള്ള ആ ഒരു ടൈപ്പ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെറിങ് ഇന്ത്യ. നമ്മൾ ഉടനടി തന്നെ ട്രേഡ് ഡീല്, ഒരു നല്ലൊരു അടിപൊളി ട്രേഡ് ഡീൽ US ആയിട്ട് വെക്കണം. ഓക്കെ, വി മസ്റ്റ് എൻഷുർ സ്ട്രോങ് ഡിപ്ലോമസി ലൈക്ക് അറേഞ്ചിങ് ട്രംപ്സ് വിസിറ്റ് ഫോർ ദി ക്വാഡ് സമ്മിറ്റ് ആൻഡ് ഓൾ. സോ വി ഹാവ് ടു ലുക്ക് ബിയോണ്ട് ദി വെസ്റ്റ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു മൾട്ടി അലൈൻമെന്റ് ആണ്. അല്ലാണ്ട് US യൂറോപ്യൻ യൂണിയനെയും മാത്രം വിശ്വസിച്ചിരിക്കരുത്. ഓക്കെ, ഇന്ത്യ ഇസ് നോട്ട് ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ US ഓർ യൂറോപ്യൻ യൂണിയൻ എനിമോർ. ഈ റഷ്യ, ഇന്ത്യ, ചൈന എന്നുള്ള ഈ ഒരു കോംബോ ഉണ്ടല്ലോ, ഇത് വളരെ ഷെയ്ക്കിയാണ്. നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ 2026 ബ്രിക്സ് വരുന്നുണ്ടല്ലേ, നമ്മളായിരിക്കും ബ്രിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത് 2026. അതേപോലെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലും പിന്നെ നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ പാർട്ട്നേഴ്സിലാണ് നമ്മളിപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ട്രംപിന് നല്ല രീതിക്ക് ഈ സംഭവം പിടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്രിക്സിൽ നമ്മുടെ ഈ വളർന്നു വരുന്ന ഇന്ത്യയുടെ ഈ ഒരു റോൾ ഇവർക്ക് വളരെയധികം ഭീഷണിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ടാരിഫ് വെച്ചിട്ട് കളിക്കുന്നത്. ഇപ്പോൾ അതായത് മുമ്പൊക്കെ ഏർലിയർ ഉണ്ടായിരുന്നൊരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഏതെങ്കിലും ഒരു സൈഡ് പറയാണ്ട് എക്കണോമിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു മോഡൽ ഇവിടെ വർക്ക് ചെയ്യില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇറ്റ് വോണ്ട് വർക്ക് ഇൻ ടുഡേസ് വേൾഡ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഫുൾ ഓഫ് സ്ട്രാറ്റജിക് അലയൻസസും എക്കണോമിക് കോവേഴ്സനും പവർ പൊളിറ്റിക്സും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗ്ലോബൽ അഫയേഴ്സിൽ ഇന്ത്യ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തേ മതിയാവും. ഓക്കെ, നമ്മുടെ എക്കോണമിയും നമ്മുടെ സെക്യൂരിറ്റിയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്ലോബൽ അഫയേഴ്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ടേക്ക് അവേ പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ഇസ് ഷിഫ്റ്റിംഗ് ഫ്രം ബീങ് എ ക്വൈറ്റ് ന്യൂട്രൽ പ്ലെയർ ടു എ ബോൾഡ് ഗ്ലോബലി ആക്റ്റീവ് പവർ. ഓക്കെ, ആ ഒരു വെസ്റ്റേൺ ബൈസ് നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് വി ആർ സീക്കിംഗ് ഫെയർ പാർട്ട്ണർഷിപ്പ് ആൻഡ് വി ആർ എൻഗേജിങ് ഇൻ മൾട്ടി അലൈൻമെന്റ് ടു സെക്യൂർ ഇറ്റ് സ്ട്രാറ്റജിക് ആൻഡ് ഇക്കോണമിക് ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. മണി ലോണ്ടറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ GS പേപ്പർ 2 പോളിറ്റി ആൻഡ് ഗവർണൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലീഗൽ മിസ്യൂസും ചെക്സ് ആൻഡ് ബാലൻസും പോലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെറർ ഫൈനാൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഈ സാധനം വഴി. അതേപോലെ എക്കോണമിയുടെ ഒരു വ്യൂ പോയിന്റ് എടുക്കുന്ന ടാക്സ് ഇവേഷനും ബ്ലാക്ക് മണി ഇന്റർനാഷണൽ റിലേഷൻസിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഒരു ന്യൂസിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എടുക്കുന്ന ഈ കേസസും ടോട്ടൽ നമ്പർ ഓഫ് കേസസും കൺവിക്ഷൻ റേറ്റും. ഓക്കെ, അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. 2015 തൊട്ടിട്ട് നമ്മുടെ ED, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ദേ ഹാവ് സ്റ്റാർട്ടഡ് നിയർലി 5892 കേസസ് അണ്ടർ ദി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA 2002. അതിൽ ഈ 5892 കേസിൽ 15 ആൾക്കാർ മാത്രമേ, ദേ ഹാവ് ബീൻ ഓൺലി 15 people have been convicted.
ഓക്കെ. തെറ്റുകാരാണെന്ന് കോടതി കണ്ടുപിടിച്ചത് വെറും 15 ആൾക്കാരാണ് കേട്ടോ. 5892 കേസസിൽ നിന്ന്. ഗവൺമെന്റ് പറയുന്നത് അതായത് ദേ ആർ സെയിങ് ദാറ്റ് മോസ്റ്റ് കേസസ് ആർ സ്റ്റിൽ ബീയിങ് ഇൻവെസ്റ്റിഗേറ്റഡ്. ഫോർമൽ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വളരെ കുറവ് കൺവിക്ഷൻ റേറ്റ് ആണുള്ളത്. ഓക്കെ, അത് കാണിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫൈനാൻഷ്യൽ ക്രിമിനൽസിന് അതായത് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ നിയമത്തിന് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ റേസസ് ദി കൺസേൺസ് അബൌട്ട് ഇ ഡി. ഓക്കെ, അവരവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതായത് അവർക്ക് വേണ്ട ആൾക്കാരെ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഗവർണൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അക്കൗണ്ടബിലിറ്റി, റൂൾ ഓഫ് ലോ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ ഫങ്ഷനിങ്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലോണ്ട്രോമാറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഹൈഡ് ഇല്ലീഗൽ മണി. ലോണ്ട്രോമാറ്റ്. ഓക്കെ, സോ ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വെളുപ്പിക്കൽ. ഓക്കെ, സോ ക്രിമിനൽസ് ഈ ഒരു ലോണ്ട്രോമാറ്റ് എന്നുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ദ യൂസ് ടു ഹൈഡ് ഇല്ലീഗൽ മണി. അത് അവർക്ക് മണി ലോണ്ടറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, പൈസ വെളുപ്പിക്കാം. ഒരു ഡേർട്ടി മണി അവർക്ക് ലീഗലായിട്ട് കാണിക്കാൻ പറ്റും. ടാക്സ് ഇവേഷൻ അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഇപ്പോൾ ദേ ക്യാൻ സെൻഡ് മണി എബ്രോഡ് വെരി സീക്രറ്റ്ലി. ദേ ക്യാൻ ഹൈഡ് ഹൂ ഓൺസ് ദി മണി ഓർ പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ. ഈ ഒരു ടേം ഇത് വരുന്നത് പണ്ട് US-ലുള്ള ഗ്യാങ്ങുകൾ അവർ ഈ ഒരു റിയൽ ലോണ്ട്രോമാറ്റ് എന്ന് പറയുന്നത് ഇതൊരു വാഷിംഗ് ഷോപ്പ് കടയാണ്. ഓക്കെ, വാഷിംഗ് ഷോപ്പാണ്. ഓക്കെ, അതായത് ഈ ബ്രേക്കിംഗ് ബാഡ് പോലെയുള്ള സീരീസ് ഒക്കെ കണ്ട ആൾക്കാർക്ക് ഇത് നേരെ മനസ്സിലാവും. ലീഗൽ ഇൻകം അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെക്കുന്ന ഒരു മറയാണ് ഈ ഒരു വാഷിംഗ് ഷോപ്പ് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഈ ഒരു റിയൽ ലോണ്ട്രോമാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ മണി ലോണ്ടറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ക്രിമിനൽസ് ദേ വിൽ പുട്ട് ദി ഇല്ലീഗൽ മണി ഇൻ ടു ദി ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇപ്പോൾ ബാങ്കിലോട്ടൊക്കെ അവർ ഇടും. ഇപ്പോൾ 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവരിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സസ്പീഷൻ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ അവിടെ വരുന്നില്ലല്ലോ. അതേപോലെ തന്നെ ലെയറിങ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ആ പൈസ ഇറ്റ് ഈസ് മൂവ്ഡ് അറൗണ്ട്. അതായത് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഒരുപാട് ഷെൽ കമ്പനികളിലൂടെയൊക്കെ അത് പോകും. ഓക്കെ, ഫേക്ക് ഡീലുകളൊക്കെ നടത്തിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് വിൽ ഹൈഡ് വേർ ഇറ്റ് കെയിം ഫ്രം. ഓക്കെ, അത് മനസ്സിലാവില്ല ഈ സാധനം അവിടെ നിന്ന് വന്നത്. ഒരുപാട് ഇതായിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ആയിട്ട് ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ടിലൂടെ അത് കടന്നു പോകും. ഓക്കെ, അത് സോ തേർഡ് സ്റ്റേജ് ഇന്റഗ്രേഷൻ ആണ്. സോ ദ മണി ഇപ്പോ അത് ഒരു ലീഗൽ മണി ആയിട്ട് നമുക്ക് തോന്നും. അത് വെച്ചിട്ടായിരിക്കും ഇവർ പ്രോപ്പർട്ടീസ് വാങ്ങുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം 3 സ്റ്റേജസ് ആണ് മണി ലോണ്ടറിങ് ഉള്ളത്. ഒന്ന് പ്ലേസ്മെന്റ് ആണ്, പിന്നൊന്ന് ലെയറിംഗ് ആണ്, പിന്നൊന്ന് ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഈ PMLA-യുടെ ഒരു ലീഗൽ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ മണി ലോണ്ടറിങ് എന്നുള്ളത് ഇറ്റ് മീൻസ് ഹൈഡിങ്, ഹോൾഡിങ് ഓർ യൂസിങ് മണി ഏൺ ത്രൂ ക്രൈം എന്നുള്ളതാണ്. ആൻഡ് ട്രൈങ് ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് ലീഗൽ മണി. ഇത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇന്റേണൽ സെക്യൂരിറ്റിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെറർ ഫൈനാൻസിങ് നടക്കും അല്ലേ, ഗവർണൻസിൽ എത്തിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അതായത് നമ്മുടെ ഒരു എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ റിഫോംസിന്റെ ഒരു ആവശ്യകത എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ടാക്ലിംഗ് കറപ്ഷൻ, ബ്ലാക്ക് മണി ആൻഡ് ഫൈനാൻഷ്യൽ ക്രൈംസ്. സോ ഈ ഒരു PMLA-യുടെ അണ്ടറിലുള്ള കുറച്ച് ലീഗൽ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഈ ഒരു PMLA-യുടെ ഒരു പർപ്പസ് ആണെന്നുള്ളതാണ്. അതായത് ഇത് ക്രിയേറ്റ് ചെയ്തത് 1990-ലാണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1990. UN-ന്റെ ഒരു പ്ലാൻ അതായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു റീസൺ. അതായത് ഈ ഒരു മണി ലോണ്ടറിങ് നിർത്തണം, അതേപോലെ ഇല്ലീഗൽ വെൽത്ത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിത് ആദ്യം തുടങ്ങിയത്. ഓക്കെ, so it was created in line with the 1990 UN plan to stop money laundering and confiscate illegal wealth. ഇവിടെ വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സാധനം ഈ ഒരു PMLA-യിലുണ്ട്. ഓക്കെ, ഒരു ബർഡൻ ഓഫ് പ്രൂഫ്. നോർമലി ഇപ്പോൾ നമുക്കറിയാം ക്രിമിനൽ കേസസിൽ ഈ ഗവൺമെന്റ് ആണ് അതായത് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളൊരു തെറ്റുകാരനാണ്. PMLA-യിൽ നിങ്ങളാണ് തെളിയിക്കേണ്ടത് നിങ്ങൾ ഇന്നസെന്റ് ആണെന്നുള്ള കാര്യം തെളിയിക്കേണ്ട അതായത് അത് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. യു ഹാവ് ടു പ്രൂവ് യു ആർ ഇന്നസെന്റ്.
ഇത് റിവേഴ്സ് ചെയ്തിരിക്കുകയാണല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറ്റ് ഈസ് മേക്കിംഗ് ദി ലോ വെരി സ്ട്രിക്ട് ഫോർ അക്യൂസ്ഡ് പേഴ്സൺസ്. എങ്ങനെയാണ് ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ പ്രൊസീഡിങ്സ്, FIR ഇവിടെ ആവശ്യമില്ല. ഓക്കെ, നോർമൽ ക്രിമിനൽ കേസസ് പോലെ FIR ഇവിടെ ആവശ്യമില്ല ടു ബിഗിൻ എ മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ. ECIR എന്നുള്ളൊരു സാധനം മതി. ECR എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ED ആണ് ഈ ഒരു സാധനം ഫയൽ ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി സഫീഷ്യൻറ്റ് ടു സ്റ്റാർട്ട് ആക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ 15 കേസേ ആകെ തെളിയിച്ചിട്ടുള്ളൂ എന്ന്. അതിൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ECIR കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഗവൺമെന്റ് പറയുന്നത്. സോ ഈ ഒരു ECIRന്റെ ഈ ഒരു പരിപാടി നമ്മുടെ സുപ്രീം കോർട്ട് 2017 ദിസ് വാസ് കൺഫേംഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ 2007. ഈ ഒരു വീർഭദ്ര സിംഗ് വേഴ്സസ് ED കേസ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ECIR എന്നുള്ള ഈ ഒരു സാധനത്തിനെ സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു ആരെങ്കിലും നമുക്കിപ്പോൾ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു PMLAയുടെ സെക്ഷൻ 3 ആരെങ്കിലും ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ ഷെഡ്യൂൾഡ് ഒഫൻസ്. ഓക്കെ, ഒന്നെങ്കിൽ ഒരു കറപ്ഷൻ അത് അയാളുടെ പേരിൽ വേണം, അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, ടെററിസം, ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് അവിടെ വേണം ടു പണിഷ് സംവൺ അണ്ടർ ദി PMLA. പക്ഷേ ഈ ഒരു അവരുടെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഒരു ടെമ്പററി ആയിട്ട് ആ ഒരു സാധനം എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഇസ് ടേക്കിംഗ് അവേ പ്രോപ്പർട്ടി ടെമ്പററിലി. സോ ഇതിന്റെ സെക്ഷൻ 5 അനുസരിച്ചിട്ട്, അതായത് പോലീസ് കേസ് ഇല്ലെങ്കിൽ കൂടി EDക്ക് ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൺ ഇഫ് നോ പോലീസ് കേസ് ഈസ് ഫയൽഡ്, ED ക്യാൻ സ്റ്റിൽ ആക്ട്. ഇതിനെ സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തത് 2022 വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഇതിനെ സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം റെലവൻസ് എടുക്കുമ്പോൾ ഇന്ത്യയുടെ പോളിസീസ് ഇറ്റ് അലൈൻസ് ദി ലോസ് വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അല്ലേ. അതേപോലെ EDയുടെ ഒരു പവർ നിങ്ങളോട് മനസ്സിലാക്കണം. ഓക്കെ, EDയുടെ പവർ ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. So there are debates over civil liberties versus national security. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ എത്തിക്സിലും ഗവർണൻസിലും ഇന്റേണൽ സെക്യൂരിറ്റിയിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പോളിറ്റിയിൽ, ജുഡീഷ്യറിയിൽ, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു PMLA ആയിട്ട് ഡീൽ ചെയ്യുന്ന അതോറിറ്റീസ് അവർ ഈ ഒരു നിയമം ശരിക്ക് വളരെ കെയർഫുൾ ആയിട്ട്, വളരെ ഫെയർ ആയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. PMLA വഴി ഇറ്റ് ക്യാൻ ബി യൂസ് ടു പണിഷ് റിയൽ ഫൈനാൻഷ്യൽ ക്രൈംസ്. ഓക്കെ, ഇവിടെ EDയുടെ ഒക്കെ പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒരിക്കലും അതിനെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിൽ ടാർഗറ്റ് ചെയ്യരുത്. അതായത് പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ ടാർഗറ്റ് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ED ഒരിക്കലും ഉപയോഗിക്കരുത്. ഓക്കെ, സോ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് അതാണ് എന്ന് വേണം പറയാൻ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ടെററിസമായിട്ടുള്ള മണി ലോണ്ടറിങ്ങിന്റെ ആ ഒരു ലിങ്കാണ്. നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടൻ പറയുന്നത് പോലെ തന്നെ ആ ഒരു പാർട്ടി ആ ഒരു നർക്കോട്ടിക് ഫണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഒരു കോടിക്കണക്കിന് രൂപയുടെ അൺഅക്കൗണ്ടഡ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ കയ്യിലോട്ടാണ്. ഓക്കെ, സോ ദ മണി ലോണ്ടറിങ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഫണ്ട് ടെററിസം. ഇത് വെറും ഒരു ഫൈനാൻഷ്യൽ ക്രൈം ആയിട്ട് മാത്രം നമ്മൾ കാണരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു, DTAA, അതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. സോ ഇന്ത്യ ഈ ഒരു എഗ്രിമെന്റ് ഏകദേശം 85ഓളം രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഡീൽ വഴി നമുക്ക് ഈ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആൾക്കാർ ഈ പുറത്ത് കൊണ്ടുപോയിട്ട് പൈസ ഒളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റും. അതായത് ഒരു സെയിം ഇൻകത്തിന് മേലെയുള്ള ഡബിൾ ടാക്സ് അല്ലെങ്കിൽ 2 തവണ ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ഈവൺ വിത്ത് ദീസ് എഗ്രിമെന്റ്സ് പ്രോപ്പർ യൂസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഈസ് വെരി വീക്ക്. നമുക്കിപ്പോൾ ഇവിടെ ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാനുള്ളത് ഈ FATFനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ ന്യൂസസിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇതൊരു ഇന്റർനാഷണൽ ബോഡിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ടു ഫൈറ്റ് മണി ലോണ്ടറിങ്. അവരുടെ റൂൾസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഒരു ബെറ്റർ സ്ക്രൂട്ടിനി ഓഫ് കേസസ് ആണ്. അതായത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള സ്ട്രോങ് കേസസ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ അപ്പ്. ഓക്കെ, ടു അവോയ്ഡ് ദി മിസ്യൂസ്. പിന്നെ ആ ഒരു കൺവിക്ഷൻ്റെ കാര്യം എടുക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനും
അതിനനുസരിച്ചുള്ള എവിഡൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ഓൺലി ലീഡ് ടു മോർ സക്സസ്ഫുൾ പ്രോസിക്യൂഷൻസ് അല്ലേ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഹൗ ഈസ് ചൈന എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് പോലീസിംഗ് നെറ്റ്വർക്ക് ഓവർസീസ്. സോ ഇത് IR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിലും. ഇവിടെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂലൈ 16 ഈ കഴിഞ്ഞ വർഷം 2024 ജൂലൈയിൽ ചൈന ഏകദേശം 8ഓളം പോലീസ് ഓഫീസേഴ്സിനെ ക്രൊയേഷ്യയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ടു വർക്ക് ടുഗെദർ വിത്ത് ദി ക്രൊയേഷ്യൻ പോലീസ്. എന്തിനാന്ന് പറഞ്ഞാൽ ടു കീപ് ദി ചൈനീസ് ടൂറിസ്റ്റ് ആൻഡ് സിറ്റിസൺസ് സേഫ് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വിട്ടതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇവർ ക്രൊയേഷ്യ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരുപാട് ചൈനീസ് ടൂറിസ്റ്റ് ദേ ആർ വിസിറ്റിംഗ് ക്രൊയേഷ്യ. ഏകദേശം 2.5 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. 2024 കണക്കാണ്. 2.5 lakhs people have visited Croatia in 2024. ചൈനീസ് ടൂറിസ്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 41% കൂടുതലാണ് വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ പെട്രോൾസ് മെയിനായിട്ട് നടക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്രൊയേഷ്യൻ സിറ്റീസിലാണ്. സാഗ്രബ്, ഡുബ്രോവ്നിക്, സദാർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അങ്ങനത്തെ ഈ സ്ഥലങ്ങളുടെ പേരൊന്നും ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ആരെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചൈനീസ് ടൂറിസ്റ്റിനെയും സിറ്റിസൺസിനെയും ഒക്കെയാണ്. പിന്നെ അവിടെയുള്ള ചൈനീസ് കമ്മ്യൂണിറ്റീസിന് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദി ഫസ്റ്റ് ടൈം. ഓക്കെ, ഇത് 6ാമത്തെ ജോയിന്റ് പെട്രോൾ ആണ് സിൻസ് ചൈന ആൻഡ് ക്രൊയേഷ്യ മെയ്ഡ് ആൻ അഗ്രിമെന്റ് ഇൻ 2017 ടു കോപ്പറേറ്റ് ഓൺ പോലീസ് വർക്ക്. സോ ചൈനയ്ക്ക് മെയിനായിട്ട് 2 ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്, അത് ഒന്ന് അറിഞ്ഞു വെക്കണം. 2014 ഒരു ഫോക്സ് ഹണ്ട് ഉണ്ടായിരുന്നു, ഫോക്സ് ഹണ്ട്. അതേപോലെ 2015 സ്കൈനെറ്റ് ഉണ്ടായിരുന്നു. സോ ഈ 2 ഓപ്പറേഷൻസിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്താന്ന് പറഞ്ഞാൽ ചൈനീസ് ഫ്യൂജിറ്റീവ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചൈനയുടെ ചൈനീസ് നിയമത്തിൽ നിന്നും ഓടിപ്പോയ ആൾക്കാർ, ഈ ഫ്യൂജിറ്റീവ്സ് എന്നുള്ളത് ഈ പലായനം ചെയ്ത ആൾക്കാർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ ആൾക്കാരെ ഒന്ന് നോക്കാനും ചൈനീസ് ഒരു പോലീസ് വർക്ക് മറ്റു രാജ്യങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ 2 ഓപ്പറേഷൻസ് നടത്തിയത്, ഫോക്സ് ഹണ്ടും സ്കൈനെറ്റും. സോ വേർ ഹാസ് ചൈന ഡൺ ജോയിന്റ് പോലീസ് പെട്രോൾസ് എന്ന് നോക്കുമ്പോൾ സെർബിയയിലാണ്. ചൈനയും സെർബിയയും കൂടിയിട്ട് ദേ ഹാവ് ഡൺ ജോയിന്റ് പെട്രോൾസ് 3 times. 2019, 2023, 2024 ചൈനയും സെർബിയയും തമ്മിൽ ദേ ഹാവ് ഡൺ ജോയിന്റ് പെട്രോൾസ് 3 times. ഹംഗറി ആയിട്ട് ചൈനീസ് ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ദേ ഹാവ് സെറ്റ് അപ്പ് പോലീസ് സർവീസ് സെന്റർ ടു ഹെൽപ്പ് ചൈനീസ് സിറ്റിസൺസ് ഇൻ ഹംഗറി. ഇറ്റലിയുടെ കാര്യം എടുക്കുമ്പോൾ ജോയിന്റ് പെട്രോൾസ് വർ സ്റ്റാർട്ടഡ്, പക്ഷെ പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു വെറീസ് ദാറ്റ് ദീസ് സർവീസ് സെന്റേഴ്സ് വർ ഡൂയിങ് സ്പൈയിങ് ഓർ മോണിറ്ററിങ് വർക്ക്. ഓക്കെ, ഒരു സ്പൈ ചെയ്യാനാണ് ഇവർ മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് പറയാം കേട്ടോ. അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഈ സർവീസ് സെന്റേഴ്സ് എന്താന്ന് വെച്ചാൽ ഒഫീഷ്യലി ദേ ആർ സെഡ് ടു ഹെൽപ്പ് ചൈനീസ് പീപ്പിൾ എബ്രോഡ്. ഓക്കെ, വിത്ത് തിങ്സ് ലൈക്ക് ഇപ്പോൾ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിന്യൂ ആക്കണമെന്നുണ്ടെങ്കിലൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഇവർ ഈ ഒരു സർവീസ് സെന്റേഴ്സ് ഒഫീഷ്യലി പറയുന്നത്. അൺഒഫീഷ്യലി ഇവർ ഇതിനെ സ്പൈയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഇവരെ, അതായത് ഒരു പൊളിറ്റിക്കൽ ക്രിട്ടിക്സ് ഉണ്ടാവില്ലേ, അവരൊന്ന് വാച്ച് ചെയ്യാനും അതേപോലെ ഒരു സീക്രട്ട് സർവൈലൻസ് നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവത്തിന് ശരിക്കും ചൈന യൂസ് ചെയ്യുന്നത്. ഓക്കെ, so China is using these programs to catch fugitives and keep an eye on its citizens abroad, sometimes causing concerns in other countries about spying or covert control. ചൈന മെയിനായിട്ട് ഈ ഒരു സംഭവത്തിന് യൂസ് ചെയ്യുന്നത്, ചൈന ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് ടാർഗറ്റിംഗ് ഡിസിഡൻസ്. അതായത് ഇവർ ചൈനീസ് സിറ്റിസൺസ് ആയിരിക്കാം. ഓക്കെ, ദീസ് ആർ പീപ്പിൾ ഹു ക്രിട്ടിസൈസ് ദി ചൈനീസ് ഗവൺമെന്റ്. ചൈനീസ് സിറ്റിസൺസ് ആയിരിക്കാം, അവർ പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ചൈനയെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, സോ അവരെ പിടിക്കാനാണ് മെയിനായിട്ട് ഇവർ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈവൺ ഔട്ട്സൈഡ് ദെയർ ഓൺ കൺട്രി. ചൈനയുടെ അകത്തിരുന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നോക്കണ്ട, ആരാണോ പറഞ്ഞതിന്റെ കാര്യം തീർന്നു. സോ നെതർലാൻഡ്സിൽ 2023 നെതർലാൻഡ്സിൽ 2 സീക്രട്ട് ചൈനീസ് പോലീസ് സ്റ്റേഷൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ആംസ്റ്റർഡാമിലും റോട്ടർഡാമിലും. സോ ഒരു ചൈനീസ് ഡച്ച് സിറ്റിസൺ പുള്ളി ചൈനയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2020 ഗാൽവാൻ ക്ലാഷ് ഉണ്ടല്ലോ, ഇന്ത്യയും ചൈനയും കൂടി ഉണ്ടായ ആ ക്ലാഷിൽ ചൈനയ്ക്ക് എതിരെ പുള്ളി സംസാരിച്ചിരുന്നു. ഓക്കെ, സോ ആ സംസാരിച്ച ആളെ ഈ ഒരു ഏജൻസി അല്ല, ഈ സെന്റർ ഉണ്ടല്ലോ, ഈ ഒരു സെന്റർ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, വിച്ച് റേസ്ഡ് സസ്പീഷൻ ഓഫ് സർവൈലൻസ് ഓർ ഇന്റിമിഡേഷൻ. US എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2023 ഏപ്രിലില്
FBI ഉണ്ടല്ലോ, US-ന്റെ FBI 2 ചൈനീസ് ഏജൻസിനെ ന്യൂയോർക്ക് സിറ്റി ചൈന ടൗണിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ US ഗവൺമെന്റ് അവരുടെ മേലെ ചാർജ് ചെയ്തത് ഒരു ഇല്ലീഗൽ ഏജൻസ് ആയിട്ട്, ചൈനീസ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഇല്ലീഗൽ ഏജൻസ് ആയിട്ട് അവർ വർക്ക് ചെയ്തു. ആൻഡ് ദേ ആർ ഓൾസോ ഡിസ്ട്രോയിഡ് എവിഡൻസ് ടു ഹൈഡ് ലിങ്ക്സ് വിത്ത് ചൈനീസ് പോലീസ്. സോ ഈ ഒരു ആക്ടിവിറ്റീസിന് ഇത് ട്രാൻസ്നാഷണൽ റിപ്രഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും പുറത്തുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ ഒരു ഗവൺമെന്റ് ഒരു ഇപ്പൊ അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഗവൺമെന്റ് ഇപ്പൊ ചൈന ചെയ്ത പോലെ ഈ ഒരു പരിപാടി ചെയ്യാം. ഓക്കെ, ഇറ്റ് ഇസ് ലൈക്ക് വേർ ഗവൺമെന്റ് ട്രൈസ് ടു ഹരാസ് ഓർ കൺട്രോൾ പീപ്പിൾ ലിവിങ് അബ്രോഡ്. ഓക്കെ, അതായത് ഇപ്പോൾ ചൈനയ്ക്ക് എതിരെയൊക്കെ എന്തെങ്കിലും പുറത്ത് പോയിട്ട് അവരുടെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് സ്പോട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അതായത് ക്രിട്ടിക്സിനെ ഹരാസ് ചെയ്യുക ലിവിങ് ഇൻ അതർ കൺട്രീസ്. അതേപോലെ സ്പൈയിങ്. ഓക്കെ, അതേപോലെ ആൾക്കാർ സീക്രറ്റ്ലി പുറത്തുള്ള രാജ്യത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്യുക. അൺഒഫീഷ്യൽ പോലീസ് സ്റ്റേഷൻസ് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് തുടങ്ങുക. US-ഉം നെതർലാൻഡ്സും ദേ ആർ വെറീഡ് ദാറ്റ് ചൈന ഈസ് ക്വൈറ്റ്ലി എക്സ്പാൻഡിങ് ഇറ്റ്സ് പോലീസിംഗ് പവേഴ്സ് ഓവർസീസ്. ഇന്റർനാഷണൽ ലോന്റെ വളരെ വലിയൊരു വയലേഷൻ ആണ് ഈ ഫ്രീഡം, പ്രൈവസി, ആൾക്കാരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെയും അവരുടെ ആ ഒരു സ്വകാര്യതയും ഒക്കെ ത്രട്ടൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഓഫ് പീപ്പിൾ ഇൻ ദോസ് കൺട്രീസ്. സോ ചൈനയുടെ ഈ ഒരു ഓവർസീസ് ആക്ടിവിറ്റീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കയ്യിൽ നിന്നും. ഇപ്പോൾ US ആണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം കൺസേൺഡ് ആണ് ഈ ഒരു ചൈനീസ് സ്പൈയിങ്ങിൽ. അവർ വളരെയധികം കൺസേൺഡ് ആണ്. ഓക്കെ, ആൻഡ് അതർ സീക്രട്ട് ഓപ്പറേഷൻസ്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് എടുത്തത്. അല്ലേ, ചൈനീസ് ഏജൻസിനെ അവർ അറസ്റ്റ് ചെയ്തു. നെതർലാൻഡ്സും ഇറ്റലിയും ഇപ്പോൾ ഈ ഒരു ചൈനീസ് പോലീസ് സെന്റേഴ്സ് ഇങ്ങനെ സീക്രട്ടായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ബോത്ത് ദി കൺട്രീസ് ടുക്ക് സ്റ്റെപ്പ്. ഇറ്റലി ആ ഒരു ജോയിന്റ് പെട്രോൾസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. നെതർലാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതേ സ്റ്റാർട്ടഡ് ഈ ഒരു സീക്രട്ട് പോലീസ് സ്റ്റേഷൻസിനെ പറ്റിയിട്ടുള്ള അന്വേഷണം അവർ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ മിണ്ടാതിരിക്കുന്നുണ്ട് സൈലന്റ് ആയിട്ട്. ക്രൊയേഷ്യ ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ, ക്രൊയേഷ്യ, സെർബിയ, മംഗോളിയ. ഓക്കെ, ഇവരൊന്നും പബ്ലിക്ലി ദേ ഹാഡ് ടേക്കൺ ഇൻ ആക്ഷൻ. എന്താന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാരണം ഈ കൺട്രീസിന്, മംഗോളിയ ആണെങ്കിലും സെർബിയ ആണെന്നുണ്ടെങ്കിലും ക്രൊയേഷ്യ ആണെന്നുണ്ടെങ്കിലും ചൈനയായിട്ട് ദേ ഹാവ് വെരി ക്ലോസ് എക്കോണമിക് ആൻഡ് സെക്യൂരിറ്റി ടൈസ് വിത്ത് ചൈന. ഓക്കെ, സോ ചൈനയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം മോശമാവും. അതുകൊണ്ട് അവരാരും ഒന്നും പറയുന്നില്ല. So countries are reacting differently to China's global policing and surveillance. Okay, depending on their strategic interest, economic ties, and security priorities. So we'll move on to the next news, which is ഇന്ത്യ-ഫിലിപ്പീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. സോ നമ്മുടെ PM മോദിയും അതേപോലെ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗ് ഈ കഴിഞ്ഞ ട്യൂസ്ഡേ ഡൽഹിയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒരു എക്സാം റെലവൻസ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയലാറ്ററൽ റിലേഷൻസ്. ഓക്കെ, ആ ഒരു ഏഷ്യൻ മെമ്പേഴ്സുമായിട്ടുള്ള ആ ഒരു ടൈസ് കൂട്ടുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അതിന് അങ്ങനെ എടുക്കാം. ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യ സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് ദി ഏഷ്യൻ മെമ്പേഴ്സ്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി ഇൻ ആക്ഷൻ. അതേപോലെ ഒരു ഇൻഡോ പസഫിക് സ്ട്രാറ്റജി. ഓക്കെ, ഇവിടെ സൗത്ത് ചൈന സീയിലൊക്കെ ഉള്ള ചൈനയുടെ ആ ഒരു പവറൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കേണ്ടതാണ്. ഓക്കെ, ഷോസ് ഇന്ത്യസ് എഫേർട്സ് ടു കൗണ്ടർ ബാലൻസ് ചൈന ഇൻ ദ റീജിയൻ ആൻഡ് കോഓപ്പറേഷൻ ഇൻ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഇൻ ദി സൗത്ത് ചൈന സീ. അതേപോലെ സ്ട്രാറ്റജിക് ഓട്ടോണമി ആൻഡ് റീജിയണൽ റോൾ. ഓക്കെ, ഇറ്റ് വിൽ എൻഹാൻസ് ഇന്ത്യസ് ഇമേജ് ആസ് എ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ഇൻ ദി ഇൻഡോ പസഫിക്. അതേപോലെ ഈ മാരിടൈം സെക്യൂരിറ്റിയിൽ ഉള്ള ആ ഒരു ഇന്ത്യയുടെ ആ ഒരു പ്രസൻസ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മാരിടൈം സെക്യൂരിറ്റിയിലും ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിലും അതേപോലെ ഡിസാസ്റ്റർ റിലീഫിലും ഒക്കെ GS പേപ്പർ 3 സെക്യൂരിറ്റി ആൻഡ് ടെക്നോളജിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫിലിപ്പീൻസിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ ക്ലൗഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ ഡിഫൻസ് കോഓപ്പറേഷൻ, ജോയിന്റ് മിലിറ്ററി ആക്ടിവിറ്റീസ്, ലീഗൽ എഗ്രിമെന്റ്സ്. ഓക്കെ, ഓൺ സെക്യൂരിറ്റി ആൻഡ് ക്രൈം, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. ഇന്ത്യയും ഫിലിപ്പീൻസും ദേ ഹാവ് ഡിസൈഡഡ് ടു അപ്ഗ്രേഡ് ദെയർ റിലേഷൻഷിപ്പ് ടു എ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. സോ ഇനി നമുക്ക് ഡിഫൻസിലും ട്രേഡിലും അതേപോലെ റീജിയണൽ സെക്യൂരിറ്റിയിലും ഒക്കെ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്കൊരു ഡീപ്പർ കോഓപ്പറേഷൻ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ഇനി കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഈ മാരിടൈം കോഓപ്പറേഷൻ, ഡിഫൻസ് കോഓപ്പറേഷൻ, ട്രേഡ് ആൻഡ് ടൂറിസം. മാരിടൈം കോഓപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും ഫിലിപ്പീൻസും ഇവരുടെ രണ്ടുപേരുടെയും കോസ്റ്റ് ഗാർഡ്സ് ദേ വിൽ വർക്ക് മോർ ക്ലോസ്ലി. ഓക്കെ,
ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു നേവൽ എക്സസൈസിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇൻ ദി ഫിലിപ്പീൻസ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ, ഇത് പ്രിലിംസിൽ നിങ്ങൾക്ക് വളരെയധികം, അതായത് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇന്ത്യ, അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ബിറ്റ്വീൻ ടു കൺട്രീസ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് വെരി സൂൺ. ഡിഫൻസ് കോപ്പറേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും അവരുടെ മിലിറ്ററീസ് ഇറ്റ് വിൽ വർക്ക് ടുഗെദർ മോർ ക്ലോസ്ലി. ഓക്കെ, അതിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഈച്ച് അതർ ഇൻ ട്രെയിനിങ്, ഡിഫൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ജോയിൻറ്റ് ഓപ്പറേഷൻസ്. ഒരു ലീഗൽ എഗ്രിമെന്റ് വിൽ അലൗ ബോത്ത് സൈഡ്സ് ടു ഹെൽപ്പ് ഈച്ച് അതർ ഇൻ ദി ക്രിമിനൽ മാറ്റേഴ്സ്. ഒരു പുതിയൊരു ട്രേഡ് ഡീല് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ആൻഡ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു മേഖലയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നെ കണക്കാക്കാം. അതേപോലെ ഈ ഫിലിപ്പീൻ ടൂറിസ്റ്റുകൾക്ക് അവർക്ക് ഫ്രീ വിസാസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഫോർ 1 year. ഓക്കെ, ഈ ഓഗസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫിലിപ്പീൻസ് നമ്മുടെ ഇന്ത്യയുടെ ഈ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കീ പാർട്ടാണ് ഫിലിപ്പീൻസ്. ഓക്കെ, വിച്ച് എയിംസ് ടു ഇംപ്രൂവ് ടൈസ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ആക്ട് ഈസ്റ്റ് പോളിസിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ടൈപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഫിലിപ്പീൻസ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഇരു രാജ്യങ്ങൾക്കും ദേ വാണ്ട് എ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക്, എസ്പെഷ്യലി ഇൻ സൗത്ത് ചൈന സീ. നമുക്കറിയാം ചൈന വളരെ അഗ്രസീവായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ സൗത്ത് ചൈന സീ എന്നുള്ളത്. ആൻഡ് ഇരു രാജ്യങ്ങളും, ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ഫിലിപ്പീൻസ് ആണെന്നുണ്ടെങ്കിലും, വി ബോത്ത് സപ്പോർട്ട് ദി ഇന്റർനാഷണൽ ലോ ലൈക്ക് UNCLOS, വിച്ച് ഈസ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീ. ഓക്കെ, അതേപോലെ ഈ ഡിസാസ്റ്റർ റിലീഫിലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ ദീസ് ആർ അതർ ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ. ഓക്കെ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയാണ് പറഞ്ഞത് ഒരു സോവറിയൻ ഡാറ്റ ക്ലൗഡ് പ്രോജക്റ്റ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇന്ത്യ വിൽ ഹെൽപ്പ് ദി ഫിലിപ്പീൻസ് ടു സെറ്റ് അപ്പ് എ സോവറിയൻ ഡാറ്റ ക്ലൗഡ് പ്രോജക്റ്റ്. ഇതൊരു ഇറ്റ് ഈസ് എ സെക്യൂർ ഗവൺമെൻറ് ഓൺഡ് ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം ആണ്. ഓക്കെ, സോ അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ അവരെ സഹായിക്കുന്നതായിരിക്കും. സോ ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾ എക്സാമിൽ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ മെയിൻസ് ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ, അതായത് അത് ഉറപ്പുവരുത്തുക ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. സോ ഇന്ത്യയും ഫിലിപ്പീൻസും ദേ ആർ ബിക്കമിങ് ക്ലോസർ പാർട്ട്നേഴ്സ് ഇൻ ഡിഫൻസ്, ട്രേഡ് ആൻഡ് റീജിയണൽ സെക്യൂരിറ്റി. ഈ ഒരു പാർട്ട്ണർഷിപ്പ് രണ്ട് രാജ്യങ്ങളെയും വളരെയധികം ഹെൽപ്പ് ചെയ്യും ടു ബാലൻസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ബോത്ത് കൺട്രീസ് ടു ബാലൻസ് ചൈനാസ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ ആൻഡ് ബൂസ്റ്റ് കോപ്പറേഷൻ ഇൻ ക്രിട്ടിക്കൽ ഏരിയാസ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. Muhammad Yunus post constitutional status for 2024 uprising in Bangladesh, ജൂലൈ ഡിക്ലറേഷൻ. സോ ഇത് IR ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബംഗ്ലാദേശ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ്, അതായത് എങ്ങനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ബംഗ്ലാദേശിലുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എങ്ങനെയാണ് ആ ഒരു ബയലാറ്ററൽ റിലേഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി. ഓക്കെ, ഇല്ലീഗൽ മൈഗ്രേഷനും അതേപോലെ ഇൻസർജൻസി കൺസേൺസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ ഈ റിവർ വാട്ടർ ഷെയറിങ്, നമ്മുടെ ഈ ടീസ്ത ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കണക്ടിവിറ്റി ആൻഡ് ട്രേഡ്. പിന്നെ ഇന്ത്യക്ക് വി ഹാവ്, നമുക്കറിയാലോ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുമായിട്ട് വി ഹാവ് വർക്ക് ക്ലോസ്ലി. ഓക്കെ, ആൻഡ് അവർക്ക് എതിരെയുള്ള ഈ ഒരു ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയല്ലോ, സോ അത് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ വന്ന മാറ്റം എന്താണ്? ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഹാസ് ബ്രിങ് അൺസർട്ടനിറ്റി ഇൻ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് അല്ലേ. സൗത്ത് ഏഷ്യയിലുള്ള ആ ഒരു ഡെമോക്രസിയുടെ ഒരു എന്താ പറയുക, ഇതൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആണല്ലേ ഓഫ് പീപ്പിൾ ലെഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ദ റീജിയൻ. നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ആൻസേഴ്സ് ഓൺ ഡെമോക്രാറ്റിക് ട്രാൻസിഷൻസ്, സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ്. ഓക്കെ, അതേപോലെ ഒരു ജനാധിപത്യത്തിൽ സിവിൽ സൊസൈറ്റിയുടെയും അതേപോലെ സ്റ്റുഡൻസിൻ്റെയും റോൾ എന്താണ്, ക്രൈസിസ് ഓഫ് ഇലക്ട്രൽ ലെജിറ്റമസി ഇൻ നൈബറിംഗ് കൺട്രീസ് ആൻഡ് ഓൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആൻഡ് ഗവർണൻസിൽ, പിന്നെ GS പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിയിൽ, അതായത് ഈ ഒരു കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു മൂവ്, അതായത് ഇവര് ആ പീപ്പിൾസ് മൂവ്മെന്റിന്, അതായത് സ്റ്റുഡൻസും അതേപോലെ ബാക്കിയുള്ള ആൾക്കാരും കൂടിയിട്ടുള്ള ഈ ഒരു, അതായത് ഈ ഒരു മേജർ സ്റ്റുഡൻറ് ആൻഡ് പീപ്പിൾസ് അപ്രൈസിങ് ആയിരുന്നല്ലോ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്. അതാണല്ലോ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ എടുത്ത് കളഞ്ഞത്.
ഓക്കെ, സോ ബംഗ്ലാദേശ് ആ ഒരു മൂവിനെ ദേ ആർ ട്രൈങ് ടു ലീഗലി റെക്കഗ്നൈസ് ഇറ്റ് ആസ് എ പീപ്പിൾസ് മൂവ്മെന്റ്. ഓക്കെ, ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് ടു മേജർ ഈവൻറ്റ്സ്, നമ്മുടെ എമർജൻസി, ഓക്കെ, അതേപോലെ റോൾ ഓഫ് പബ്ലിക് പ്രഷർ, ഒരു ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റിയിൽ പബ്ലിക് പ്രഷറിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ എസ്സയിലും എത്തിക്സിലും GS പേപ്പർ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പീപ്പിൾസ് പവർ ആൻഡ് എത്തിക്കൽ ഗവർണൻസ് ആൻഡ് ഓൾ. സോ ഇവിടെ ഈ 2024 ദർ വാസ് എ മേജർ സ്റ്റുഡൻറ് ആൻഡ് പീപ്പിൾസ് അപ്രൈസിംഗ് ഇൻ ബംഗ്ലാദേശ് അല്ലേ. അത് വളരെ പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെന്റ്, ഷെയ്ഖ് ഹസീനയുടെ ഒരു ഗവൺമെന്റിനെ തന്നെ അവർ എടുത്തു കളഞ്ഞു. ഈ ജൂലൈ ഡിക്ലറേഷൻ എന്താന്ന് വെച്ചാൽ 2025 നമ്മുടെ ഈ യൂനസ്, ഓക്കെ, പുള്ളി ഈ അവിടെ ഉണ്ടായ ഇപ്പോഴുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിന്റെ ലീഡർ ആണല്ലോ ഈ മുഹമ്മദ് യൂനസ്. സോ ഹി മെയ്ഡ് എ പ്രോമിസ് ഇൻ ജൂലൈ ഡിക്ലറേഷൻ 2024 ഈ അപ്രൈസിങ് ഇറ്റ് വിൽ ബി ഒഫീഷ്യലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അത് ഒരു ലീഗലി അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടും ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ ദി കൺട്രീസ് ഹിസ്റ്ററി. അപ്പോൾ ഒരു പുതിയ റിഫോംഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്ത എലക്റ്റഡ് ഗവൺമെന്റോട് കൂടിയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇറ്റ് വിൽ ബി മെയ്ഡ് ബൈ ദ നെക്സ്റ്റ് ഇലക്റ്റഡ് ഗവൺമെന്റ്. എലക്ഷൻസ് അവിടെ നടക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരിയിലായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സ്റ്റെപ്സ് വിൽ ബി ടേക്കൺ ടു എൻഷുർ ദേ ആർ ഫെയർ ആൻഡ് സ്മൂത്ത്. ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരു റൂള് മെയിനായിട്ട് ഒരു ഓട്ടോക്രാറ്റിക്, വളരെ അൺഫെയർ ആയിട്ടുള്ള ബംഗ്ലാദേശിന്റെ ഒരു ഇമേജിനെ തന്നെ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് അവരെടുത്ത് കളഞ്ഞത്. ഈ ഒരു പുതിയ ലീഡർഷിപ്പ് ഇറ്റ് വാണ്ട് ടു ഷോ ദാറ്റ് ദേ ആർ ഡിഫറെന്റ്. ഓക്കെ, സോ ഈ ഒരു പുതിയ ഗവൺമെന്റ് അവർ പ്രോമിസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഡെമോക്രാറ്റിക് സിസ്റ്റവും ഒരു ഫ്രഷ് കോൺസ്റ്റിറ്റ്യൂഷനും ഒരു പുതിയൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചറുമാണ്. ഈ ജൂലൈ ഡിക്ലറേഷൻ ഇറ്റ് ഈസ് എ വേ ഫോർ ദ ന്യൂ ലീഡേഴ്സ് ടു ഹോണർ ദി 2024 അപ്രൈസിങ്. ഓക്കെ, ഒരു ഓൾഡ് ഗവൺമെന്റിനെ റിജക്റ്റ് ചെയ്യുക, പുതിയ, അതായത് പ്രോമിസ്ഡ് ഇലക്ഷൻസ് ആൻഡ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പുതിയ ബംഗ്ലാദേശ് തന്നെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്. നെക്രോപൊളിറ്റിക്സ്. നെക്രോപൊളിറ്റിക്സ് എന്നുള്ളത് ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇത് ഗവൺമെന്റ് തീരുമാനിക്കുക, അതായത് ആര് ജീവിക്കണം, അതേപോലെ നമുക്ക് ആരെ മരണത്തിലോട്ട് ഇടാം എന്നൊക്കെയുള്ള ആ ഒരു തിയറിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ഗവൺമെന്റ് ഡിസൈഡ്സ് ഹൂ ഗെറ്റ്സ് ടു ലീവ് ആൻഡ് ഹൂ ക്യാൻ ബി ലെഫ്റ്റ് ടു ഡൈ. ഓക്കെ, സോ ഈ ഒരു ടേം ആദ്യമായിട്ട് പറഞ്ഞത് ആക്കിലി ബെംബെ എന്ന് പറയുന്ന ഒരു കാമറോൺ സ്കോളറാണ്. ഓക്കെ, ഈ ഒരു മൈക്കൽ ഫോർട്ട് എന്ന് പറയുന്ന ആളുടെ ബയോപൊളിറ്റിക്സ് ഐഡിയ ആയിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു സംഭവം ബിൽഡ് ചെയ്തത്. ഈ ബയോപൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എങ്ങനെയാണ് ഗവൺമെന്റ് അവിടുത്തെ ആൾക്കാരെ, അതായത് ഇറ്റ് ട്രൈ ടു കീപ് പീപ്പിൾ അലൈവ് ആൻഡ് ഹെൽത്തി, ഹൗ ഗവൺമെന്റ് ട്രൈ ടു കീപ് പീപ്പിൾ അലൈവ് ആൻഡ് ഹെൽത്തി, അതാണ് ബയോപൊളിറ്റിക്സ്. നാക്രോപൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെന്റ് അവരുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ മരണത്തിലോട്ട് തള്ളിവിടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരെ സഫർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഈ നെക്രോപൊളിറ്റിക്സ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. ഓക്കെ, ഒന്ന് അബാൻഡൻമെന്റ് ആണ്, പിന്നെ വയലൻസ് ആണ്, പിന്നെ ക്രിയേറ്റിംഗ് ഡെത്ത് വേൾഡ്സ്. ഓക്കെ, ഗാസയിലൊക്കെ ഉള്ള പോലെ. അബൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സർട്ടൻ ഗ്രൂപ്പ്സിന് ഇഗ്നോർ ചെയ്യാം, അവർക്ക് വേണ്ട പ്രോപ്പർ ഹെൽത്ത് കെയർ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേഫ്റ്റി നോക്കാതിരിക്കുക. ഓക്കെ, അതേപോലെ വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു യൂസിങ് ഫോഴ്സ് ഓർ വാർ അഗെയിൻസ്റ്റ് സം കമ്മ്യൂണിറ്റീസ്. ഡെത്ത് വേൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആൾക്കാർ നിരന്തരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഡേഞ്ചറിലായിരിക്കും, അതായത് ഒരു വാർ സോൺസിൽ അല്ലെങ്കിൽ റെഫ്യൂജി ക്യാമ്പ്സിലൊക്കെ. അതാണ് ഡെത്ത് വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ അബാൻഡൻമെന്റിലൂടെയും വയലൻസിലൂടെയും ഡെത്ത് വേൾഡിലൂടെയും അതിലൂടെയാണ് ഈ ഒരു നെക്രോ പൊളിറ്റിക്സ് വർക്കാവുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ റിയൽ വേൾഡ് എക്സാമ്പിൾസ് എടുക്കാം. ഗാസയിലൊക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഡെത്ത് വേൾഡിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഓഫൺ സൈറ്റഡ് ആസ് എ പ്ലേസ് ഫോർ പീപ്പിൾ ലീവ് ഇൻ എ ഡെത്ത് വേൾഡ്. മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജീസിന്റെ കാര്യം എടുക്കുമ്പോൾ ദേ ആർ ലെഫ്റ്റ് ടു ഡൈ അറ്റ് ദി ബോർഡേഴ്സ്. വളരെ പാവപ്പെട്ട മൈനോറിറ്റി ഗ്രൂപ്പ്സ് ദേ ആർ ട്രീറ്റഡ് ആസ് വെരി ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എമർജൻസീസ്.